നാഗർഹോൾ ടൈഗർ റിസർവ്. ആര് ആണോ? പോലീസുകാരാ? ഗൈസ്, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങള് പറഞ്ഞ പോലെ തന്നെ കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്ക് പോവാണ്. വയനാട് എത്തി. വയനാട് ഞങ്ങള് അത് ആക്ച്വലി ഞങ്ങളിപ്പോ കണ്ണൂരിൽ നിന്ന് വയനാട് എത്തി. വയനാട് നേരെ ബാംഗ്ലൂർക്ക് പോകുന്ന വഴിയാണ്. അപ്പൊ ഫോറസ്റ്റ് റൂട്ടൊക്കെ തുടങ്ങി. അതെ, ഇതാണ് ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് ആര്യ. ആര്യ ഒരു അടിപൊളി ആർട്ടിസ്റ്റ് ആണ്. ആര്യ വരച്ച പടങ്ങളൊക്കെ എനിക്ക് തന്നോട്ടെ, ഞാൻ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കാം. അത് കണ്ടിട്ട് അതെ, നൈസായിട്ടാ, വെറുതെ അങ്ങനെ പറയുന്നല്ല. പിന്നെ വെള്ള മറ്റേ പരിപാടിയൊക്കെ ഉണ്ട്, ഉടുപ്പിലൊക്കെ എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ, അതുകൊണ്ടാ. ഉടുപ്പിലൊക്കെ വരക്കൂല. എന്താടി ഞാൻ പറയണേ? പേജ് എന്താ? ക്രിംസൺ ബൈ ആര്യ. അതാണ് നമ്മുടെ ആര്യന്റെ പേജ്. അപ്പൊ ഇങ്ങനെ ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യേണ്ടവർക്ക് ആര്യനെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അല്ലേ ആര്യ? ആര്യ ആരാന്ന് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോ എന്നോട് എല്ലാരും പറഞ്ഞു നിറച്ചും കാണിക്കൊന്ന കാട്ടിൽ കാണിക്കുന്നു. എന്ത് ഇടിയിട്ട് ഓരോ എല്ലാം പറഞ്ഞു. ഭയങ്കര രസമുണ്ട് കേട്ടാ കാഴ്ചകളൊക്കെ. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ആരാണ് എന്താന്നൊക്കെ എല്ലാരും പരിചയപ്പെടുത്താത്തതിന് ഭയങ്കര കമന്റ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആരാണ് എന്താണെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് വീഡിയോ മുന്നോട്ടുള്ളത്. നല്ല വഴി. അതെ, എങ്ങനെ പറയണം? ഞാനൊന്ന് ഡ്രൈവ് ചെയ്താ ഞാൻ അപ്പുറത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. എനിക്ക് അപ്പുറത്ത് നിന്ന് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ വണ്ടി കൊടുക്കുന്നത്. പണി പാളിയായിരുന്നു കേട്ടാ. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, ഇവിടെ ശരിക്കും നിർത്തണമായിരുന്നു. ഞാൻ നിർത്തിയില്ല, അങ്ങോട്ട് പോയി. അവരെ കൂടി വിസിലടിച്ച് എന്നെ തിരിച്ച് വിളിച്ച് തെറിയൊന്നും പറഞ്ഞില്ല കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ ഇനി കാട് കയറാൻ പോണതാണ്. ഇനി നമുക്ക് നിർത്താൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും വരുമ്പോൾ നോക്കണം. ഇവിടെയാണ് ചെക്ക് പോസ്റ്റ് ഉള്ളത്. ഓ, നല്ല രസമായിട്ട് ക്ലൗഡ്സൊക്കെ കിടക്കാനുണ്ട്. ചേച്ചി, ഫോറസ്റ്റ് ഓർമ്മയുണ്ടോ? കാണുന്ന പാടം ഓർമ്മയുണ്ടോ? ശരിയാണല്ലോ, അവിടെ നമ്മൾ ഇറങ്ങിയതാണല്ലോ. ഇരുട്ടുന്ന വരെ നമുക്ക് എന്തെങ്കിലും കാണാം. നല്ല സൗണ്ടല്ലേ? ഇടി മാൻ അതിന്റെ അടിയില്. ഇതായി ആലിന്റെ അടിയില് മാന്. ഹായ് മാനെ. ഇതാരും കൂടെ നോക്കട്ടെ. കൊമ്പൊക്കെ അവിടത്തെ വലിയത് കൊറേ മാന് അത് അവിടെ ഉണ്ട്. ഇന്ന് ഫുള്ള് മാനാട്ടോ നമുക്ക് സൈറ്റിങ്. പക്ഷെ നല്ലൊരു ആനനെ കണ്ടിട്ടുള്ള വഴിയാണ് ഞങ്ങളിത്. അതുകൊണ്ടോ വലിയ കൊമ്പുള്ള മാന് അവിടെ കണ്ടോ? നല്ല രസമുള്ള ഇതല്ലേ. ഗ്ലാസ് തുറന്നപ്പോ കൂട്ടത്തോടെ മാനിക്കണോക്കി. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കാട്ടാനേ അത് ശരിക്കും. അല്ല, കാട്ടിലെ ആനേനെയാണല്ലോ നമ്മൾ നാട്ടിലേക്ക് ആക്കുന്നത്. ഇത് ഇറങ്ങുക, വെള്ളത്തിൽ കുളിക്കാൻ പോവാ. കിടക്കുന്ന അവരിറക്കി കുളിപ്പിക്കാൻ പോവാന്ന് തോന്നുന്നു ആനേനെ. ബക്കറ്റൊക്കെ ഉണ്ട് അവരുടെ കയ്യില്. പിള്ളേരാ മൊത്തം അല്ലേ, വലിയ ആൾക്കാരൊന്നുമില്ല, മൊത്തം പിള്ളേർ സെറ്റാണ്, കുഞ്ഞു പിള്ളേർ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ആനേനെ കണ്ടു. ഫൈനലി നമ്മൾ ആനേനെ കണ്ടു ഗൈസ്. കറക്റ്റ് നോക്കാൻ തോന്നിയിട്ട് ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ നോക്കുമ്പോ ആനേന്റെ കുണ്ടി. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇതവിടെയായിരുന്നു കേട്ടോ ചെക്ക് പോസ്റ്റ് ഇതാ കാണുന്നത്.
അത് കഴിഞ്ഞത് ഇങ്ങനെ കൊണ്ട് നിർത്തിയപ്പോഴത്തേക്കും മുത്താറി എന്ന് പറഞ്ഞൊരു സാധനം കണ്ട്. ഇതെന്താണ് കുഞ്ഞ സംഭവം? കുറുക്കൊക്കെ ഉണ്ടാക്കുന്നത് പിള്ളേർക്കൊക്കെ മുത്താരി കുറുക്ക്. ഓക്കെ, ആ സാധനമാണ് ഈ മുത്താരി. ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആര്യ എന്തെങ്കിലും പറയാനുണ്ടോ? എങ്ങനെയുണ്ട് ആനേനെ കണ്ടിട്ട്? ആനയെ ഞങ്ങൾ എപ്പോഴും കാണുന്നല്ലേ, വയനാട്ടുകാർക്ക് എന്താ ആന. നമ്മുടെ ലോറക്കുട്ടി ആദ്യമായിട്ടാണ് ഈ കാട് കയറിയത്. സുന്ദരിയായി കിടക്കണ്ട്, വലിയ പൊടിയൊന്നും ഇല്ലാത്ത. മൈസൂര് ടച്ച് ആവണ്ടല്ലോ. നല്ല മഴ വരാൻ പോവാണ്ടോ, നല്ല കാറ്റും മഴ പെയ്ത പൊളിയായിരിക്കും, തണുപ്പൊക്കെ ഉണ്ട്. നമ്മൾ അടുത്ത സ്പോട്ടിൽ നിർത്തി. വേണ്ട, ഇങ്ങനെ ഒരു വിജനമായി കിടക്കുന്ന ഒരു സ്ഥലം. ഇങ്ങോട്ടേക്ക് വന്നതിന് ഭയങ്കര രസമായിരിക്കും കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓരോ ടൈമിൽ ഓരോ സീസണിൽ ഓരോ കൃഷികളൊക്കെ ആയിരിക്കും. ഞാൻ ഇതിന് മുന്നേ വന്നപ്പോഴത്തേക്കും ജമന്തി ആയിരുന്നു, പക്ഷെ ജമന്തി കണ്ടില്ല. ഇപ്പൊ ചോളമൊക്കെ ഉണ്ടോ. സ്ഥലം എങ്ങനെയുണ്ട്? ഇവിടെ നല്ല മഴ പെയ്യുമായിരിക്കും വിചാരിക്കും. അതെ, അങ്ങോട്ട് നല്ല മഴക്കാറാ, നല്ല തണുത്ത കാറ്റ്. നമുക്ക് പോയാലോ? മഴ മഴ മഴ. ഞാനിവിടെ മഴ കാറിയപ്പോഴത്തേക്കോളം എന്നെ കുറ്റം പറയാം. നമ്മളിപ്പോ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് കേറിയുള്ള വണ്ടിയിലേക്ക്. അപ്പൊ തന്നെ മഴ തുടങ്ങി. മഴ കിട്ടുമെന്ന് പ്രതീക്ഷയില്ല അല്ലേ? നമുക്ക് ഭാഗ്യമുണ്ട്. അത് നൈസ്. ഇവിടുത്തെ ഈ കേരളം വിട്ട് കഴിയുമ്പോ എല്ലായിടത്തും ശ്രദ്ധിച്ചോ, ഇങ്ങനെയുള്ള വഴി പോകുമ്പോഴുള്ള ആലുകളൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് നിൽക്കുന്നത്. സീമഴ, സീമഴ. ഓ, മഴ പ്രതീക്ഷിച്ചിരുന്നതാണ്. മഴ പെയ്യുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടാ. മൂടല്ലേ, മഴ ആസ്വദിക്കാം. പക്ഷെ മഴ ഒരുപാടായി കഴിഞ്ഞാൽ വെള്ളപ്പൊക്കൊക്കെ വരുമ്പോ നമുക്കൊരു വിഷമമായി പോകും. താങ്ക് യു, വിസിറ്റ് അഗെയിൻ. മറ്റു സ്ഥലത്തിന്റെ പേര് അയക്കാറ്റില്ല. മതി. നമുക്ക് ആര് നമുക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് അവർക്ക് തിന്നാൻ വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് സാലഡ് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ചിക്കൻ ഉണ്ട്, ഇതിന്റെ മഷ്റൂം ഉണ്ട്, എല്ലാം ഉണ്ട്. എനിക്കിനി ഇത് ഒഴിച്ച് മിക്സ് ചെയ്ത് എങ്ങനെ ഒഴിക്കണ്ടേ? വെറുതെ ഒഴിച്ചാൽ മതി. അവിടെ എത്തിയപ്പോ കൊച്ചു പറഞ്ഞ് സാലഡ് കഴിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ തന്നെ വണ്ടി എടുത്തണമെന്നും പറഞ്ഞു ഇവിടെ തന്നെ വണ്ടി എടുത്തി. ഇതേ ഇങ്ങനെ ഒരു പാടം വരണ്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ സാലഡ് കഴിക്കാൻ വേണ്ടി. ഒടിഞ്ഞ് കൈ വെച്ച് കുളിക്കാൻ ഒരു ഭാവി ഞാൻ കാണുന്നുണ്ട് ഇടയ്ക്ക്. കുലിക്ക് സർബത്തിനുള്ള സെറ്റായി തോന്നുന്നു കേട്ടോ. കുലുക്ക്. അയ്യോ, കുലിക്ക് താഴോട്ടാ കൊല്ലിഞ്ഞ്. ബൈന്ന്. അപ്പൊ ശരി, ബൈ. അൽഫാം പുതിന ചട്ടിയും കിട്ടുന്നു. അതില് വെള്ളം വന്നേക്കണം. ശരിയാ. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം നമ്മൾ ഇങ്ങനെ വിടർത്തുമ്പോൾ ഇതൊരു ടെൻഡായി മാറും ഗൈസ്. നിങ്ങളിത് കാണുക. ഇത് കഴിഞ്ഞ നീ ഇതിന്റെ റിവ്യൂ പറയണേ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ആൾക്കാർ ഓർക്കുന്നത് തേങ്ങയെന്ന്. ആ സെറ്റ്. ഇതാണ് ഞങ്ങളുടെ ബാത്റൂമിന്റെ കിളിവാതിൽ. എത്ര ഉള്ളടി? ഇത്രയും പോരെ നിനക്ക്?
ഇതൊന്നൊരു നിവരാനുണ്ടല്ലോ. ആ ഓക്കെ, ഇപ്പൊ സെറ്റ്. ഈ കിളിവാതിലൂടെ നമ്മളിങ്ങനെ വാതിൽ തുറന്ന് നമ്മളിങ്ങനെ കയറുമ്പോൾ ഇവിടെ ഇത്രയും വലിയ സ്പേസ് നമുക്ക് ഇവിടെ സൂക്ഷിച്ച് വെക്കാം. കയറിക്കും. ആര് പോയിട്ട് വരാം. വിജയശ്രീലാളിതേ വരണേ. അതെ, കാരണം ഇത് ഫിക്സ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോ തന്നെ പോകുന്നോണ്ട് ഇത് ഫിക്സ് ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയത് ഞങ്ങളുടെ ഓൾ ഇന്ത്യ ട്രിപ്പില് അയ്യോ -2 3 നിൽക്കണ്. നമ്മള് ലേന്ന് മണാലിയിലേക്ക് പോകുന്ന റൂട്ട് അറിയാലോ, ഒരു സാധനം ഇല്ലാത്ത റൂട്ടാ. അവിടെ ആ സമയത്ത് ഞങ്ങൾക്ക് മറ്റേ ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ പിടിച്ച് എനിക്കൊക്കെ ലൂസ് മോഷൻ. പിന്നെ ബാത്റൂം ഒന്നും ഇല്ലല്ലോ. ഞങ്ങൾ ഈ ടെന്റ് ഇട്ടിട്ടാണ് ഏതോ മലമൂട്ടിലും കയറി ഇരുന്നോണ്ടിരുന്നത്. ആ ശരി ശരി, ഈ ടെന്റ് അല്ലായിരുന്നു, ചേട്ടന്റെ ടെന്റ് ആയിരുന്നു അത്. എന്റെ ചേട്ടൻ ആൻഡ് ഫാമിലി. അതൊരു വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. വീഡിയോസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ ലൈഫ് ഓഫ് ജിബിയില്. എല്ലാരും നിങ്ങളെല്ലാരും നോക്ക് ലൈഫ് ഓഫ് ജിബിയില്. ചാനല് ഇഷ്ടം പോലെ ഉണ്ട്. പിൻ ചെയ്തിട്ടേക്കാം, ഡിസ്ക്രിപ്ഷൻ നോക്ക്. എല്ലാ എപ്പിസോഡും ശരിയാ, എല്ലാ എപ്പിസോഡും ഉണ്ടാവും. ഇതുവരെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞത് മാത്രം. വേറെ ഒന്നല്ല, നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പക്ഷെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ലേയിലേക്ക് പോയതൊന്നുമില്ല. ഇല്ല, വന്നോണ്ടിരിക്കണം. ആ വാടി. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്. നല്ല എയർ ഉണ്ടായിരുന്നു അടി കൂടെ. ഇവിടെ വരുമ്പോ കാണാൻ പറ്റുന്ന ഒരു വണ്ടിയാട്ടോ അത്. നല്ല രസമാണ് ഇത്. ഈ മരങ്ങളുടെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെ പോകണം. ഇത് അടുത്തത് ഇങ്ങോട്ട് വരുന്നു. പാട്ടൊക്കെ വെച്ച് ചില്ല് ചെയ്ത് പോകുന്നു. നമ്മൾ മൈസൂരെത്തി. ഇത് ഇവിടെ ഒരു ടയർ ഷോപ്പിൽ കയറിയേക്കണേണ് മൈസൂര്. നമ്മുടെ ജോക്കുട്ടന് വേണ്ടി ഒരു സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അതിന് ദിവസം. ഇതാണ് ഞങ്ങൾ ജോക്കുട്ടിന് വേണ്ടി സെലക്ട് ചെയ്ത സൈക്കിള്. കിഡ്ലനല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നല്ല ക്ലാസ് സൈക്കിള്. അവൻ അതിൻ്റെ അകത്ത് നിന്ന് ചവിട്ടി പോണവരെ എൻ്റെ മനസ്സിൽ വന്നു. കാരണം അപ്പം അതിൻ്റെ ബാക്കിൽ സാധനമൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ഫിറ്റാക്കി സെറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് നമ്മുടെ കാറിൽ കയറ്റി കൊണ്ടുപോകണം. ഇത് മൈസൂർ ടൗണാണ്. നമുക്ക് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നമ്മളെ വണ്ടിയെ കൂടി ഇട്ടിട്ടുണ്ട്. അവനോട് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് ബാംഗ്ലൂരിൽ മേടിച്ചാൽ പിന്നെ നോക്കുമ്പോൾ സർപ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ചെല്ലുമ്പോൾ എന്തിനാന്ന് ചോദിച്ചാൽ പണി പാടും. ഞങ്ങൾ വിചാരിച്ചു. പിന്നെ അച്ചപ്പം മേടിക്കാൻ പറഞ്ഞായിരുന്നു, മറന്നു വേണ്ടി. ഞങ്ങൾ വരുന്ന വഴിക്ക് അച്ചപ്പമുള്ളൊരു ബേക്കറി. അപ്പം തന്നെ ചാടി നോക്കുമ്പോൾ മലയാളീൻ്റെ കടയായിരുന്നു മൈസൂരുള്ള. അപ്പോൾ ഞങ്ങൾ 3-4 പേര് അച്ചപ്പം മേടിച്ചു. വെച്ചേക്ക് നോക്കിയാ ആര് ഒരു മൂലക്ക് ഇരിക്കണ്ട്. നമ്മളിപ്പോ മൈസൂര് എക്സ്പ്രസ് ഹൈവേയിലാണ്. എടുക്കൂ ചേട്ടാ. യെസ്, നമുക്കിഞ്ഞൊരു 43 കിലോമീറ്ററും കൂടി ഈ ഹൈവേ കണ്ടിന്യൂ ചെയ്യണം. അപ്പം അതിന് ശേഷമാണ് നമ്മൾ ബാംഗ്ലൂരൊക്കെ എത്തുള്ളൂ. ഒന്നേ 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 വേറെ ചേച്ചിയുണ്ട് നോക്ക്. ആരാണത്? എന്നെ കണ്ടിട്ടുണ്ടോ നീയേ? സന്തോഷമായിരുന്നു വണ്ടിയിലെ സൗണ്ടോടെ കേട്ടപ്പോ. വണ്ടി ഇവിടെ പൊന്നിന് സർപ്രൈസ് തരട്ടെ. വാ സർപ്രൈസ് തരാം. സർപ്രൈസ് വേണോ? എന്നൊരു ഉമ്മാന്നേ, എന്നൊരു ഉമ്മാന്നേ. സർപ്രൈസ് വേണമെങ്കിൽ ഒരു ഉമ്മ. ഉമ്മതാ തുടക്കത്തെ സീനാണ് എൻ്റെ. എന്താടാ സർപ്രൈസ്? എന്ത് വേണം സർപ്രൈസ്? എന്താ വേണ്ടത്? എന്താ വേണ്ടേ? പറഞ്ഞാ തരാം. എന്ത് വേണം പെണ്ണിന്? ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട്. പെണ്ണിങ്ങ വന്നേ. കണ്ടോ?
എന്താ എന്ത് സാധനം സൈക്കിളാ? ആർക്കാ ഇഷ്ടപ്പെട്ടോ? ആർക്കാ ആർക്കാ സൈക്കിള്? പൊന്നിനാണോ? എനിക്കല്ല, എന്റെ സൈക്കിളല്ല. വേണോ പൊന്നിന്? പൊന്നിന് വേണോ? വേണോ? ഏത് കളറാ വേണ്ടേ? അയ്യോ ഈ കളർ അടിക്കാൻ പറ്റില്ലട്ടാ. എല്ലോ അല്ല വേണ്ട ചോക്കുട്ടിന്. എല്ലോ ചോക്കിട്ട് പറഞ്ഞത് പറ്റില്ലേ? കള്ളപ്പന്നി കളറ് വേറെ കളർ ഞാൻ പറഞ്ഞിട്ട് കുടുങ്ങിപ്പോയാലേ. പിന്നെ അന്ന് പറഞ്ഞല്ലോ ഗ്രീൻ കളർ വേണ്ട, റെഡ് മതി. സൂപ്പർ അടിച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ. എന്റെ വെള്ളടിച്ച സൈക്കിളിൽ ഇവിടെ വെച്ച് എണ്ണം ചവിട്ടട്ടെ. ഞങ്ങൾ സൈക്കിളിലൊന്ന് കയറട്ടെ. ചവിട്ടിക്കോ, വീഴൂല കേട്ടോ. ഇത് വീഴാത്ത സൈക്കിളാണേ. നേരെ ചവിട്ടണേ. ചവിട്ട്, സൂചിച്ചിരിക്കുക ചവിട്ടാതെ. ആണ്ടേ പരിപാടിയൊക്കെ തുടങ്ങി. റൗണ്ട് അടിച്ചല്ലേ മിണ്ടണില്ലട്ടാ. മിണ്ടാ മിണ്ടാ പറയടാ. സൂപ്പറാണോ? പറ, താങ്ക് യു പറ. വണ്ടി തന്നെ വണ്ടി തന്നെ. ഗൈസ്, അപ്പൊ ഞങ്ങള് ബാംഗ്ലൂരെത്തി. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. ആര് എങ്ങനെയുണ്ട് ബാംഗ്ലൂരേക്കുള്ള യാത്ര? എത്തി. ഉറങ്ങാതെ പാവങ്ങൾ രണ്ടുപേരും കാത്തു നിന്നട്ടാ. പക്ഷെ ഒരു 1.5 മണിക്കൂർ തന്നെ രണ്ടും കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോ യോഗൂട്ടൻ ഹാപ്പി, ഞങ്ങളും ഹാപ്പി. ഹാപ്പി അല്ലേ യോഗൂട്ട? കിളി പോയി. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്.